വസ്തുനികുതി പിരിവിൽ ചരിത്ര നേട്ടവുമായി കാസർഗോഡ് നഗരസഭ. ഈ സാമ്പത്തിക വർഷം 9 കോടിയിൽ പരം രൂപയാണ് നഗരസഭ നികുതിയായി പിരിച്ചത്. മാർച്ച് 31 അവസാനിച്ച 2025-26 അക്കൗണ്ടിംഗ് വർഷത്തിൽ വസ്തുനികുതി പിരിവിൽ കാസർഗോഡ് നഗരസഭ മികച്ച നേട്ടം കൈവരിച്ചു. കേരളത്തിലെ ആകെയുള്ള 87 മുനിസിപ്പാലിറ്റിയും 6 സിറ്റി കോർപ്പറേഷനുകളും ചേർന്ന 93 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസ്തുനികുതി പിരിവിൽ കാസർഗോഡ് നഗരസഭയ്ക്ക് ജില്ലയിൽ 1ാം സ്ഥാനവും മൊത്തം കേരളത്തിൽ 5ാം സ്ഥാനവും ലഭിച്ചു. 3 മാസം മുൻപ് ഭരണമേറ്റെടുത്ത ചെയർപേഴ്സൺ ഷാഹിന സലീമിന്റെയും വൈസ് ചെയർമാൻ KM ഹനീഫിന്റെയും നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി നഗരസഭയിലെ റവന്യൂ വിഭാഗവുമായി സഹകരിച്ചാണ് ഈ മികച്ച നേട്ടം കൈവരിച്ചത്. ഏകദേശം 9 കോടിയിൽ പരം രൂപയാണ് നഗരസഭ നികുതിയായി പിരിച്ചത്. KM ഹനീഫിന്റെ നേതൃത്വത്തിൽ പള്ളിക്കാൽ വാർഡ്, നൈമുന്നിസയുടെ നേതൃത്വത്തിൽ കാസിലൈൻ വാർഡ്, സക്കീന മൊയ്തീന്റെ നേതൃത്വത്തിൽ ഹൊന്നമൂല വാർഡ് എന്നീ 3 വാർഡുകൾ 100% നികുതി പിരിവ് നടത്തി റെക്കോർഡ് നേട്ടം കൈവരിച്ചു. മുനിസിപ്പാലിറ്റിയിൽ ഒന്നാമതായി 100% നികുതി പിരിവ് പൂർത്തിയാക്കിയതിനുള്ള പ്രത്യേക പദ്ധതിയും അംഗീകാരവും KM ഹനീഫിന്റെ നേതൃത്വത്തിലുള്ള പള്ളിക്കാൽ വാർഡിന് ലഭിച്ചു. കഴിഞ്ഞ ഭരണസമിതിയിലും KM ഹനീഫിന്റെ നേതൃത്വത്തിൽ കാസിലൈൻ വാർഡ് 100% നികുതി പിരിവ് നേട്ടം കൈവരിച്ചിരുന്നു. ഇതുകൂടാതെ ഈ വർഷം 10 വാർഡുകൾ 90%-ഓ അതിൽ കൂടുതലോ വസ്തുനികുതി പിരിക്കുകയുണ്ടായി. ഈ ചരിത്ര നേട്ടത്തിന് വിവിധ മേഖലയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ കാസർഗോഡ് നഗരസഭയെ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.